അതാണ് ശ്രീ അശോക് കുമാർ, അദ്ദേഹം ബി.ജെ.പിയുടെ പ്രതിനിധിയാണ്. ശ്രീ അശോക് കുമാർ, ഇതാ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് ശബരിമല പോലെ ഒരു വിഷയമായിരുന്നു ഈ പ്രൈം ഡിബേറ്റും ചർച്ച ചെയ്യണം എന്ന് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ കാര്യം ആണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി യുവതി എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ യുവതിയല്ല ആദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു പറയുന്നത്. അതിനു മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാൾ പരസ്യമായി പറയുന്നത് വരെ ആ വാർത്തകളുടെ ഉറവിടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വാർത്ത പുറത്തുവിടാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ ഒരു യുവ നടി തനിക്കുണ്ടായ തിക്താനുഭവത്തെക്കുറിച്ച് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് പലരും ഇത് പാർട്ടിക്കുള്ളിൽ പലപ്പോഴായി നേരിട്ടിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നു. എന്തിനധികം പറയുന്നു, പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളടക്കം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു. ഒരു പക്ഷേ അല്പസമയത്തിനകം സജ്ജനെ ഈ ചർച്ചയുടെ ഭാഗമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴും പാർട്ടി സംരക്ഷിച്ചില്ല എന്ന പ്രതിരോധം തീർക്കുന്നു. ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് 3 മാസത്തോളമായി ഇങ്ങനെയൊരു ശബ്ദരേഖ പുറത്തു വന്നിട്ട് ഇപ്പോഴാണ് ഒരു പരാതി അതിജീവിതം ഉന്നയിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ചെന്നിത്തല പറയുന്നത് പോലെ മറ്റു വിവാദ വിഷയങ്ങളെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു തന്ത്രമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനെ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാജ്യത്ത് എല്ലായിടത്തും കോൺഗ്രസ് അപ്രസക്തമാകുമ്പോൾ കേരളത്തിൽ മാത്രം കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നതിന് കോൺഗ്രസ് കാലാകാലങ്ങളായി അവകാശപ്പെട്ടത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു യുവനിരയുണ്ട്, അല്ലെങ്കിൽ പുതിയ നേതൃത്വമുണ്ട്. ആ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ നിലനിർത്തുന്നത് എന്നൊക്കെയാണ്. അധികാരത്തിൽ നിന്ന് 10 വർഷമായി പുറത്തിരിക്കുമ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇത് ആദ്യത്തെ പരാതിയല്ല. 4 മാസം മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഭരണഘടനാപരമായ പദവി അലങ്കരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മുന്നിൽ വന്നിട്ടുള്ള പരാതിയാണ്. ആ പരാതി മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല. ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഇരയുടെ പരാതിയാണ്. ആ ഇരയുടെ പരാതി പോലീസിനോ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കോ കൈമാറാനുള്ള ഉത്തരവാദിത്വം വി.ഡി. സതീശനുണ്ട്. വി.ഡി. സതീശനും കോൺഗ്രസും അടക്കമുള്ള ആളുകൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തികളുടെ ആദ്യത്തെ ഇര കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടുകാരും അടക്കമാണ്. തൃശ്ശൂരിലെയും കൊല്ലത്തെയും എറണാകുളത്തെയും ഒക്കെ പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസുകാർക്കിടയിൽ വ്യാപകമായ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പുറത്തു വന്ന ഓഡിയോകള്, പുറത്തു വന്ന മറ്റു മെസ്സേജുകള്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് അറിയാം. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അറിവുള്ളതാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും അത്ര മോശക്കാരൊന്നുമല്ല, അവർക്കും ഇതറിയാം. അപ്പൊ ഇരു മുന്നണികളിലും പെട്ടിട്ടുള്ള ആളുകൾ പരാതി വന്നിട്ടില്ല എന്ന സാങ്കേതികത്വത്തിൽ പിടിച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് ഒരു ഘട്ടത്തിൽ. മറ്റൊരു കാര്യം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിനെ കോൺഗ്രസിന് വേണ്ട, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട. പക്ഷേ അത് പാലക്കാടത്തെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വെല്ലുവിളി മുഴക്കിക്കൊണ്ട് വീണ്ടും പാലക്കാട് വരികയും വിവിധങ്ങളായ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തു. ആ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഒപ്പം എപ്പോഴും കോൺഗ്രസുകാരാണ് ഒപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും ചുറ്റിനും കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. ഈ 4 മാസക്കാലം നമ്മൾ കണ്ടതാണ്. വരുന്നിടത്തെല്ലാം രാഹുലിനോടൊപ്പം അവിടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടോ? ഈ കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിച്ചു എന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പെട്ടെന്ന് പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന ഒരു നേതാവായിരുന്നു. വളരെ കൃത്യമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. ആരാണ് പിന്തുണച്ചിരുന്നത് എന്നതൊക്കെ അറിയാം. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഒഴിവ് വന്ന പശ്ചാത്തലത്തിൽ അവിടെ കൃത്യമായി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. അവിടെയൊക്കെ കൃത്യമായി ചില നേതാക്കളുടെ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് ആ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ സജീവമാകാൻ സാധിച്ചത്? ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാൽ അതേ രാഹുൽ മാങ്കൂട്ടം പിന്നീട് എവിടെയാണ് പരാതി എന്ന് ചോദിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു. അത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഒന്നും പിന്തുണയില്ലാതെയാണ് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതില് കോൺഗ്രസ് അദ്ദേഹത്തെ
വലം കൈ കൊണ്ട് തള്ളിപ്പറയുകയും ഇടത് കൈ കൊണ്ട് തലോടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന് ഉദ്ദേശം എന്താണ്? കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളെയാണ്, സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള, പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. സ്ത്രീജനങ്ങളുടെ വോട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയുടെ ചൂട് നന്നായിട്ട് കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടത്തും അറിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ അറിയാലോ, ബീഹാറിൽ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജംഗിൾ രാജ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ചെയ്തുകൊണ്ട് BJP അധികാരത്തിൽ കൊണ്ടുവരികയും ലാലുവിനെയും മകനെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നാരി ശക്തിയെ കുറിച്ചാണ്. കേരളത്തിലെ സ്ത്രീകൾക്കും ഇതേ ശക്തിയുണ്ട്. ആ ശക്തിയെ ഭയപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത്. പക്ഷേ കോൺഗ്രസിന്റെ ഈ അധികാരത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ ഈ ആളുകളുടെ ഇടനാഴിയിൽ കോൺഗ്രസ് ഉണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസുകാർ ഇദ്ദേഹത്തെ ഭയക്കുന്നു. രാഹുലിനെ പുറത്താക്കിയാൽ തങ്ങൾക്കെതിരെ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നത് പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പാലക്കാട് അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളുടെ സമാന രീതിയിലുള്ള സംഭവങ്ങളും കേസുകളും പൊതുമധ്യത്തിൽ വലിച്ചിഴക്കപ്പെടുമെന്ന ഭയമായിരിക്കാം കോൺഗ്രസിനെ ഇത്തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ച് ഒപ്പം നിർത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്തായാലും ഇതൊരു ധാർമ്മികതയുടെ വിജയമാണ്. കേരളത്തിലെ നാരീശക്തി, സ്ത്രീശക്തിയുടെ പ്രതിനിധിയാണ് ആ ഇരയുടെ പരാതി, ആ ഇരയോട് ചെയ്ത ക്രൂരത. ആ ക്രൂരത ചെയ്തതിനു ശേഷവും പൊതുമധ്യത്തിൽ പാലക്കാട് തല ഉയർത്തിക്കൊണ്ട് സിനിമാ താരങ്ങളെ അടക്കം ആളുകളെ വെച്ചുകൊണ്ട് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുകയും ജനങ്ങളിലേക്ക് വീണ്ടും റീച്ച് ചെയ്യാം, താൻ ഇതിനെയൊക്കെ തരണം ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കുക. ഇതൊന്നും കേരളത്തിലൊരു പ്രശ്നമല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് തനിക്ക് സാധിക്കും. തന്റെ രാഷ്ട്രീയ ഭാവി അധാർമികമായ പ്രവൃത്തി ചെയ്താലും കേരളത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാണെന്നുള്ള മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നടിമാരോടൊപ്പം ചെന്ന് റീച്ച് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കൈയടക്കുക. അപ്പൊ ഈ തരത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. പുറത്താക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിനകത്ത് പ്രത്യേകമായ താല്പര്യം? മുഖ്യമന്ത്രിയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു കേന്ദ്രത്തിൽ ഒരേ മുന്നണിയുടെ ആളുകളാണല്ലോ. ഞങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഭയപ്പെടുന്നത് ഇവർ രണ്ടു കൂട്ടരും മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിൽ പ്രത്യേക താല്പര്യം എന്ന ചോദ്യം എന്തുകൊണ്ടാണ് താങ്കൾ ഉന്നയിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇതിനു മുമ്പ് ഒരു പരാതിയുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ഇത് ഒതുക്കി തീർക്കുമെന്ന ഭയപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും ഇതിനകത്തൊക്കെ പരസ്പരമായ ഒത്തുതീർപ്പുകൾ നടക്കും എന്നുള്ള ഭയാശങ്ക പ്രധാനപ്പെട്ട ഇടതു വലതു മുന്നണികൾക്കപ്പുറം നിൽക്കുന്ന ഞങ്ങൾക്കുണ്ട്. BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് സാങ്കേതികമായി ഇപ്പോഴല്ലേ ശ്രീ അശോക് കുമാർ ഒരു പരാതി ലഭിച്ചത്? അതിനപ്പുറത്ത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി സാങ്കേതിക നടപടികളുമായി ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു പോലീസ് സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. ആ പരാതിയിൽ ഇനി എന്ത് എന്നതാണല്ലോ നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്ല, ഇതിലൊക്കെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിയിലെ ഇരയെ തടയാനും ഇരയെ പരാതിയിൽ നിന്ന് പിൻവലിക്കാനും പിന്തിരിപ്പിക്കാനും